ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ GDP, അതേ കണക്കിന് ഒരു രാജ്യത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിക്സ്, അതേ കണക്ക് ഗോൾഡ് പ്രൈസ്. ഈ മൂന്ന് കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഒരു കോറിലേഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും. ലാസ്റ്റ് വരെ കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി എന്ന് നോക്കാൻ നേരത്ത് 0.26% ഒരു ഡൗൺ സൈഡ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതേ കണക്കിന് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തോട് വരാൻ നേരത്ത് 0.39% ഒരു ഡൗൺ സൈഡ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സ്മോൾ ക്യാപ് ആയാലും അതേ കണക്കിന് നമ്മുടെ മേജർ ഇൻഡെക്സ് ആയാലും തന്നെ ഓപ്പൺ ചെയ്ത സമയത്ത് കുറച്ച് സ്ട്രെങ്തോട് കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ നോക്കാൻ നേരത്ത് പതുക്കെ വീക്ക്നെസ് ടേക്ക് ഓവർ ചെയ്യാനുണ്ടായത്. അതേ കണക്ക് നമ്മൾ സ്റ്റോക്കുകൾ നോക്കാൻ നേരത്ത്, അതായത് എസ്പെഷ്യലി സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ നോക്കാൻ നേരത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അത്യാവശ്യം ഒരു റിക്കവറി മോഡിലോട്ടാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അപ് ട്രെൻഡിലോട്ടാണ്, എല്ലാം ഗ്രീനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നോക്കാൻ നേരത്ത് നമുക്കറിയാം, ഇന്നലത്തെ നാസ്ഡാക്കിൻ്റെ അകത്തുള്ള ഒരു ഫോള്. നാസ്ഡാക്ക് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും വളരെയധികം നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിലും നാസ്ഡാക്ക് ക്ലോസിങ്ങിലോട്ട് വന്നപ്പോഴത്തേക്കും മേലിലോട്ട് കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച അത്ര കണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ഇത് നാസ്ഡാക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. നാസ്ഡാക്ക് അങ്ങ് ഇടിഞ്ഞൊന്നും പോകത്തില്ല, നമ്മളൊരു മേജർ ബെയർ മാർക്കറ്റിലോട്ടൊന്നും പോകത്തില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൈമറി ഇൻഡിക്കേഷനാണ്. എവിടെ ഓപ്പൺ ചെയ്തോ അതിൽ നിന്ന് പിന്നീട് മേലിലോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അവിടെ ഒബ്വിയസ്ലി സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ അങ്ങ് ഫുള്ള് പോസിറ്റീവിലോട്ട് വന്നത് തലേ ദിവസത്തെ ക്യാൻഡലും കൂടെ കവർ ചെയ്ത് അതിനെക്കാട്ടി മേലിലോട്ട് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റും ഭയങ്കര വലിയ സ്ട്രെങ്ത് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത്രാണ്ട് സ്ട്രെങ്ത് ഇല്ല. എനിവേ ഓപ്പൺ ചെയ്യുന്നതിനെക്കാട്ടി മേലിലോട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നീജർ റിയാക്ഷനെ സർവൈവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി മാർക്കറ്റിനുണ്ട് എന്ന് തന്നെയാണ് മാർക്കറ്റ് ഇന്നലെ കാണിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ, മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ ഇതേ കണക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കാഴ്ചവെച്ചതിൻ്റെ ബേസിസിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവിലോട്ട് നിന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വന്നേക്കുന്ന ചെറിയ നെഗറ്റീവ് ന്യൂസുകളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ താഴോട്ട് പിടിച്ച് കുലുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ നെഗറ്റീവ് ന്യൂസുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഇവിടെ ന്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ന്യൂസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ലുക്ക്. ആൻഡ് നാസ്ഡാക്ക് നോക്കാൻ നേരത്ത് ഇപ്പോൾ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഇവൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി, മാർക്കറ്റുകൾ മൊത്തത്തിൽ ഇടിഞ്ഞ് തീരും, ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടാണ്, അങ്ങനെയൊന്നും തന്നെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. കുറച്ച് നാളൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അടുത്തൊരു 1-2 ആഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു പ്യുവർ ഡിസിഷനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വരുന്ന ഒരു 1 to 2 വീക്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വീക്സാണ്. ആ സമയത്ത് കൊണ്ട് ഈ ഒരു ഇഷ്യൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാരി ട്രേഡിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നതെന്ന്, ജപ്പാൻ മാർക്കറ്റും അതേ കണക്കിന് US മാർക്കറ്റ്, ഫെഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡിസിഷൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്ലിയർ പിക്ചറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇതിനെയൊക്കെ പ്രൈസിലോട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അത് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നതായിരിക്കും, പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ അത് മേലിലോട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഒരു ന്യൂസിന് മുന്നേ പോകുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അതേ കണക്ക് നമ്മളിനി ബിറ്റ് കോയിനിലൂടെ ഒന്ന് നോക്കാൻ നേരത്ത് ബിറ്റ് കോയിൻ ഇന്ന് 2.95% അല്ലെങ്കിൽ 3% അടുപ്പിച്ച് അപ്പായിട്ടാണ് നിൽക്കുന്നത്. ബിറ്റ് കോയിൻ്റെ സൈഡിൽ നമ്മൾ നോക്കാൻ നേരത്തും വലിയ നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നില്ല. ബിറ്റ് കോയിൻ എന്തുകൊണ്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു അസറ്റ് ക്ലാസ് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ഭയങ്കരധികം വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നം കുറച്ച് നാളോടെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് അങ്ങ് മാറിപ്പോകും, അതങ്ങ് തീർന്നു പോകും. ഇതൊരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർട്സിലാണെന്ന് നമ്മൾ കരുതിയിട്ട് അങ്ങ് വിട്ട് കളയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ കോർ ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റും അതേ കണക്ക് തന്നെ GDP ആയിട്ടുള്ള കോറിലേഷനാണ്. നമുക്കറിയാം, നമ്മുടെ എപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാൻ നേരത്തെ, അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്തിൻ്റെ മൊത്തത്തിലെ ഒരു ഗ്രോത്തിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാൻ നേരത്തെല്ലാം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDP പോകുന്ന കണ്ടില്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ ഹൈസ് ടച്ച് ചെയ്യുന്ന കണ്ടില്ലേ എന്നാണ് നമ്മളെപ്പോഴും പറയണം. ഇത് പൊളിറ്റീഷ്യൻസ് സംസാരിക്കാൻ നേരത്താണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാർ സംസാരിക്കാൻ നേരത്താണെങ്കിലും എല്ലാം തന്നെ ഇത് ഈ രീതിയിൽ കോറിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. രാജ്യത്തിൻ്റെ GDP മുന്നോട്ട് പോവുകയാണ്, ഇനി ഇതിനോട് ഒരുപാട് ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനി ഇത്ര ട്രില്യൺ എക്കണോമി ആയിട്ട് വരുന്നതായിരിക്കും, അടുത്ത കുറേ വർഷത്തേക്ക് 8%, 9% ഗ്രോത്ത് നമ്മൾ കാഴ്ചവെക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാടധികം കഥകൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് കോറിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം ഇത്ര കണ്ട് വളരാൻ നേരത്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും അതിനനുസരിച്ചിട്ട് തന്നെ വളരും എന്നുള്ളൊരു കോറിലേഷൻ്റെ ബേസിസിലാണ് ഇങ്ങനെ സംസാരിക്കാറ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ തിയറി എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പർട്ടിക്കുലർ തിയറി ബേസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് എന്ന്
എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ GDP പ്ലസ് ഇൻഫ്ലേഷൻ. ഓക്കെ, അത് എത്രയാണോ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അത് GDP എന്ന് പറയുന്നത് ഒരു 7% ഗ്രോത്ത് ആണ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫ്ലേഷനോടെ കൂട്ടാൻ നേരത്ത് ഒരു 7% ഇൻഫ്ലേഷനോടെ കൂട്ടാൻ നേരത്ത് നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 14% ഗ്രോത്ത് വരും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷനിലോട്ട് എത്തിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഒരു 7% ഗ്രോത്ത് കാഴ്ചവെക്കണം, ഒരു ബേസിക് ആയിട്ട് ഒരു കമ്പനി 7% ഗ്രോത്ത് കാഴ്ചവെക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ GDP 7% ഗ്രോത്ത് കാഴ്ചവെക്കണം. അത് ഓളയത്തിൻ്റെ ആണ്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ പ്രൈസിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ഇൻഫ്ലേഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ നേരത്ത് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, അവിടെ നമുക്ക് ഈ എക്സ്ട്രാ ഒരു 7% കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ മൊത്തത്തിൽ ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 14% ആയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ഇത് ആവറേജ് ആണ് പറയുന്നത് കേട്ടോ. പല കമ്പനികൾ ഇതേ കണക്കല്ല ഗ്രോ ചെയ്ത് പോകുന്നത്. ഓരോ സെക്ടറിൻ്റെ അകത്തോട്ട് വരാൻ നേരത്തും ആ സെക്ടറുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിരിക്കും. ഡീ ഗ്രോത്ത് കാണിക്കുന്ന സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെക്കാട്ടിയും വളരെയധികം ഹൈ പെർസെൻറ്റേജ്, ഒരു എന്താ പറയുക 60%, 70% ഒക്കെ ഗ്രോത്ത് കാണിക്കുന്ന സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന തീമൊക്കെ അനലൈസ് ചെയ്ത നേരത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു സെക്ടർ നിയർ ടൈമിൽ 40% ഒക്കെയാണ് ഗ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ കണക്ക് ഹെവി ഗ്രോത്ത് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഓവറോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ആവറേജ് എടുക്കാൻ നേരത്ത് നമുക്ക് GDP പ്ലസ് ഇൻഫ്ലേഷൻ ആ ഒരു രീതിയിലായിരിക്കും ആ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും ഇതേ കണക്ക് തിയറീസ് കേൾക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ GDP ഇത്ര കണ്ട് ഗ്രോ ചെയ്യാൻ പോവുകയാണ്, അതിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് മേടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണെന്നുള്ള രീതിയിൽ പല അനലിസ്റ്റുകളും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കോറിലേഷൻ വെച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ചൈനീസ് GDPയുടെ ഗ്രോത്ത് ആണ് 2007 ശേഷമുള്ള. 2007 ശേഷം നമ്മൾ നോക്കാൻ നേരത്ത് 2007 14% ഗ്രോത്ത്, 2008 നമ്മൾ നോക്കാൻ നേരത്ത് ഏകദേശം 8-9% ഗ്രോത്താണ് 2008-ലും 2009-ലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. 2010 വരാൻ നേരത്ത് 10% ഗ്രോത്ത്. ഈ രീതിയിൽ ആ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു 6% മേലിലുള്ള ഗ്രോത്ത് തന്നെയാണ് 2019 വരെയും ചൈനീസ് GDP കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മാത്രമാണ് ഒന്ന് താഴോട്ട് വന്നിട്ടുള്ളത്. കൊറോണ സമയത്താണ് ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എഗൈൻ അത് മേലിലോട്ട് തന്നെ കയറിപ്പോയിട്ടാണ് ഗ്രോത്ത് കാഴ്ചവെച്ചേക്കുന്നത്. 2022 വന്നപ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് നെഗറ്റീവിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് താഴോട്ട് വരുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ബേസ് റേറ്റ് കൂടുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനി ഇപ്പം 100 കോടിയുടെ പ്രോഫിറ്റ് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഒരു 50% ഗ്രോത്ത് കൂടെ കാഴ്ചവെക്കണമെങ്കിൽ ഒരു 50 കോടിയുടെ കൂടെ എക്സ്ട്രാ എന്താ പറയുക കച്ചവടം മാത്രം നടത്തിയാൽ മതിയാ. പക്ഷേ അതേ സമയത്ത് ഒരു 10,000 കോടിയുടെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 50% ബിസിനസ് കൂടെ എക്സ്ട്രാ ഗ്രോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു 5,000 കോടിയുടെ ബിസിനസ് കൂടെ കമ്പനി എക്സ്ട്രാ അക്യുമുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പനികൾ പിന്നീട് ഗ്രോത്ത് കാഴ്ചവെക്കുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതൊരു രാജ്യത്തിനും ആപ്ലിക്കബിൾ ആണ്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് പിന്നീട് GDPയിൽ ഗ്രോത്ത് കാണിക്കുന്ന പെർസെൻറ്റേജ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് US, ചൈന ഇതുപോലുള്ള എക്കണോമീസ് ഒന്നും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതൊന്നും ഒരിക്കലും 12% അതല്ലെങ്കിൽ 10% ഒന്നും ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിൻ്റെ റീസൺ ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഒരു രാജ്യങ്ങൾ ഗ്രോത്ത് കാഴ്ചവെക്കുന്നത്. അത് ബേസ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് പതുക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം 6% മേലിലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏകദേശം 2008 മുതൽ 2007 മുതൽ 2018 വരെയൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. 6% മേലിലുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു പെർസെൻറ്റേജിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ കാണുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് 2008 ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ക്രോസ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സൈഡ് വേസ് ആണ് പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വലിയൊരു ഡ്രോപ്പിന് ശേഷം സൈഡ് വേസ് മൂവ്മെൻറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്ഹായ് കോമ്പോസിറ്റ് എന്ന് പറയുന്ന ചൈനീസ് ഇൻഡെക്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GDP ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധവുമില്ല എന്നാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂഷൻ. നമ്മൾ എവിടെ തൊട്ടാണ് ഇത് നോക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഒരു ടൈം റേഞ്ചിൻ്റെ അകത്തുള്ള റിട്ടേൺസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ 2007 വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2007 അകത്ത് അവിടുത്തെ വാല്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തിന് ശേഷം പിന്നീട് അതിൻ്റെ അകത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അതേ കണക്ക് തന്നെ വാല്യൂഷൻ്റെ ഡീറൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ അകത്ത് ഇതേ കണക്ക് ഇത്ര വണ്ട് നീണ്ട ഒരു സൈഡ് വേസും അതേ കണക്കിന് ഇങ്ങനെ ഒരു വലിയൊരു ഡൗൺഫോളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈവൻ ദോ ആ ഒരു രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ പെർസെൻറ്റേജിൽ ഉണ്ടായിരുന്നിട്ടും. ഓക്കെ,
അപ്പോൾ എന്താണ് ആക്ച്വലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ് ഡ്രൈവ് ചെയ്യണം? നമ്മൾ എന്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഗ്രോത്ത് കാണാൻ പറ്റും. GDP നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒറ്റ കാര്യമുള്ളൂ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അകത്തോട്ട് മണി വരികയാണ്, അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് ആ ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള മറ്റ് സാധനങ്ങളെല്ലാം തന്നെ മേലിലോട്ട് കുതിക്കുന്നതായിരിക്കും. അതേ സമയത്ത് അവിടെ സപ്ലൈ ആണ് കൂടുതൽ, വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ, മേടിക്കാൻ വേണ്ടിയിട്ട് അത്രണ്ട് ആൾക്കാരില്ലെങ്കിൽ ആ സാധനത്തിൻ്റെ പ്രൈസ് താഴോട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ മേടിക്കാൻ വേണ്ടിയിട്ട് DIS ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും തന്നെ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസുകൾ മേലിലോട്ട് പോകുന്നതായിരിക്കും. ഇതിനെ നമ്മൾ GDP ആയിട്ട് ഒരുപാട് അങ്ങോട്ട് കോറിലേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇങ്ങനെ മേടിച്ച് മേലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് FIയുടെ കൂടെ ബൈങ്ങുകൾ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വാല്യുവേഷൻസ് എന്ന് പറയുന്നത് വളരെ ഹൈയിലോട്ട് എത്തിക്കഴിയുകയാണെങ്കിൽ, നമ്മളൊരു ബബിൾ ടെറിട്ടറിയിൽ എത്തിക്കഴിയുകയാണെങ്കിൽ തിരിച്ച് ഇവരുടെയൊക്കെ സെല്ലിങ് സ്റ്റാർട്ടാകും. പിന്നെ അതിനനുസരിച്ചിട്ട് മേടിക്കാൻ ആളില്ല, വിൽക്കാൻ മാത്രമേ ആൾക്കാരുണ്ടെങ്കിൽ എത്ര കണ്ട് രാജ്യം GDPയിൽ ഗ്രോ ചെയ്താൽ പോലും സ്റ്റോക്ക് മാർക്കറ്റും അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസുകളും എന്ന് പറയുന്നത് താഴോട്ട് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. അതിൻ്റെ രണ്ടാമത് എനിക്ക് കാണിക്കാനുണ്ടായിരുന്ന ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് വിക്സും അതേ കണക്ക് തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തമ്മിലുള്ളൊരു റിലേഷനാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡുമായിട്ടുള്ള റിലേഷനാണ് ഞാനിവിടെ ബേസിക്കലി കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ഇതിപ്പോൾ ഇന്ത്യ വിക്സ് ആണ് നിങ്ങൾ ഇവിടെ ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഈ വിക്സിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്ന് 2020 അകത്ത് നമ്മുടെ വിക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലൈഫ് ടൈം ഹൈ റേഞ്ച് ആയിട്ടുള്ള 85 മേലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 85 മേലിലോട്ട് വിക്സ് എത്തിയ സമയത്ത് മാർക്കറ്റിൻ്റെ അകത്ത് ഫിയർ എന്ന് പറയുന്നത്, വിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ബേസിക്കലി ഒരു ഫിയർ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൻ്റെ അകത്ത് ഫിയർ ഉണ്ടായിരുന്ന ഒരു സമയമാണ്, പേടി ഉണ്ടായിരുന്ന, ആൾക്കാർ എല്ലാം വിറ്റൊഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഏകദേശം വിക്സ് 85 മേലിലോട്ട് എത്തിയ ഒരു സമയം എന്ന് പറയുന്നത്. ആൻഡ് ഈ സമയത്ത് എല്ലാ ആൾക്കാരും വിറ്റുകൊണ്ടിരുന്ന ഈ ഒരു സമയത്താണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത്, മാർക്കറ്റ് തിരിച്ച് ബോട്ടം ചെയ്തിട്ട് തിരിച്ച് മേലിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കണക്ക് തന്നെ വിക്സ് കൂടി നിൽക്കുന്ന സമയത്ത്, വിക്സ് ഇതേ കണക്ക് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ആ സമയത്ത് പാനിക്കിലായിരിക്കും. നമ്മൾ ഈ സമയത്ത് വിൽക്കുന്ന ഒരു ടൈപ്പിലോട്ട് പോകാതെ നമ്മൾ ആ സമയത്ത് അഗ്രസീവായിട്ട് ബൈ നടത്തേണ്ട ഒരു ടൈമാണ്. ഇവിടെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് മാർക്കറ്റിൻ്റെ ആ സമയത്തെ ട്രെൻഡ് കൂടെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കേണ്ടത്. മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ കണക്ക് വിക്സ് ഇങ്ങനെ വളരെ ഹൈ റേഞ്ചസിലോട്ട് എത്തുക. വളരെ ഹൈ റേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-70 മേലിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ഹൈ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോവുകയാണ്. അപ് ട്രെൻഡിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇതേ കണക്ക് നമ്മുടെ വിക്സ് ഇത്ര കണ്ട് കൂടുന്നതെങ്കിൽ നമ്മൾ അവിടെ മാർക്കറ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ് സെൽ ഓഫ് നടത്തേണ്ട ടൈം ആയി കഴിഞ്ഞു. നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഷോർട്ട് ടൈം പീരീഡിലെങ്കിലും മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് മേലോട്ട് പോകുമ്പോഴത്തേക്കും വിക്സ് ഇതേ കണക്ക് ഹൈ റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമ്മളവിടെ സെൽ ഓഫ് പതുക്കെ സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 80 മേലോട്ട് പോകുകയാണെങ്കിൽ കംപ്ലീറ്റ് സെൽ ഓഫ് നടത്തുക. കാരണം മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. പക്ഷേ അതേ സമയത്ത് മാർക്കറ്റ് ഇടിയാൻ നേരത്താണ് വിക്സ് ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നത്. അതിൻ്റെ ഒരു 70-80 റേഞ്ചൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അഗ്രസീവായിട്ട് ബൈ നടത്തേണ്ട ഒരു ടൈമാണെന്നാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേറെ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് നാസ്ഡാക്കിൻ്റെ അകത്താണ്. നാസ്ഡാക്കിൻ്റെ അകത്ത് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാസ്ഡാക്കിൻ്റെ വിക്സ് നോക്കാം. നാസ്ഡാക്കിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 65 റേഞ്ചിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 65 റേഞ്ചിലോട്ട് വിക്സ് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു അൾട്ടിമേറ്റ് ഫിയർ ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ഫിയറിൻ്റെ അകത്ത് ബാക്കിയുള്ളവർ വിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫിയർ വരുന്നത്. അപ്പം നമ്മളെന്താ പറയുക, നമ്മളും ഫിയർഫുള്ളായിട്ട് അവരുടെ കൂടെ ചെന്നിട്ട് വിൽക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളവിടെ അഗ്രസീവായിട്ട് ബൈയിങ് ആണ് നടത്തേണ്ടത്. ഇതിന് വേറെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ 2020 ഏപ്രിൽ സമയത്ത് അല്ലെങ്കിൽ മാർച്ചിൻ്റെ ലാസ്റ്റിലോട്ട് നമ്മൾ നോക്കാൻ നേരത്ത് സെയിം കാര്യം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനകത്ത് കണ്ടതുപോലെ തന്നെ നമുക്കൊരു കോറിലേഷൻ US മാർക്കറ്റിൻ്റെ അകത്തും കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ വിക്സ് എന്ന് പറയുന്നത് ഏകദേശം 80-85 റേഞ്ചിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അതേ കണക്ക് തന്നെ വേറെ നമ്മൾ നോക്കാൻ നേരത്ത് ഇനി നമുക്ക് എക്സാമ്പിൾസ് പ്രീവിയസ് ഹിസ്റ്ററിക്കകത്തോട്ട് എടുക്കാൻ നേരത്ത് 2008 ലാസ്റ്റിലോട്ട് വരാൻ നേരത്ത് US മാർക്കറ്റിൻ്റെ അകത്ത് വിക്സ് നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് 95 അടുത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാർക്കറ്റ് അവിടെ നിന്നാണ് ബോട്ടം ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് മേലിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്സ് നമ്മൾ നോക്കുക, വിക്സും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് കോറിലേഷൻ ഉണ്ട്. അതായത് മാർക്കറ്റ് മേലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൻഡ് വിക്സും ഹൈയിലാണെങ്കിൽ അത് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. മാർക്കറ്റ് താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഓട്ടത്തിൽ വിക്സും കൂടുകയാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് മേലിലോട്ട് കയറാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ രണ്ട് കോറിലേഷന് നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു പോയിൻ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും ആയിട്ടുള്ളൊരു കോറിലേഷനാണ്. ഗോൾഡും ആയിട്ടുള്ള കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും
മാർക്കറ്റിൻ്റെ അകത്ത് വലിയ അൺസർട്ടനീസ് ആണ് വരുന്നത്. അൺസർട്ടനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധം പോലെയുള്ള സിനാരിയോസ് ആണ് ബിൽഡ് ചെയ്ത് വരുന്നതെങ്കിൽ അവിടെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ മാർക്കറ്റ് ഇടിയാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ്, അതുപോലെ നമ്മുടെ ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളാണ്. രാജ്യ യുദ്ധത്തിലോട്ട് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ജപ്പാനീസ് യെൻ ക്യാരി ട്രേഡിനെ പറ്റിയിട്ട് അധികം ആൾക്കാർ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിനെ പറ്റിയിട്ട് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നോക്കേണ്ടത് ഗോൾഡിൻ്റെ പ്രൈസാണ്. ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഗോൾഡിൻ്റെ പ്രൈസ് ഒരുപാട് മേലോട്ട് കയറി പോകുന്നുണ്ടോ? കയറി പോകുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, കയറി പോകുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഗോൾഡ് ഇങ്ങനെ ഒരു ഹൈലി അൺസർട്ടൻഡ് ആയിട്ടുള്ള ഒരു വാർ കൈൻഡ് സിനാരിയോ ആണ് ബിൽഡ് ചെയ്ത് വരുന്നതെങ്കിൽ ആദ്യം ഗോൾഡിൻ്റെ അകത്ത് നമുക്ക് അപ്സ്പൈക്ക് കാണാൻ പറ്റും. ഗോൾഡിൻ്റെ അകത്ത് നമുക്ക് അപ്സ്പൈക്സ് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറ് കാര്യങ്ങളൊന്നും തന്നെ അത്ര കണ്ട് ഇഷ്യൂ ആയിട്ട് ഇപ്പം മാർക്കറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇത് വേറെ എന്തോ റീസൺ ആണെന്നുള്ളൊരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വഴിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ പോയിന്റുകളൊക്കെ മാക്സിമം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡും ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് റിലേറ്റഡും ആയിട്ട് പർട്ടിക്കുലർ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് മാക്സിമം ക്വയറീസിന് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.